നമസ്കാരം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കൊപ്പം കേരളത്തിലെ മലയോര ജനതയെ ഏറെ ആശങ്കയിലാഴ്ത്തിയൊരു വിഷയമാണ് ESA. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ ESA കരട് വിജ്ഞാപനം കേരളത്തിലെ പാവപ്പെട്ട മലയോര കർഷകരെ എങ്ങനെ ബാധിക്കും? സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിനും ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഇന്ന് നമ്മളോട് വിശദീകരിച്ച് തരുന്നതിനായി ഇവിടെ സ്റ്റുഡിയോയിലുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയൽ അച്ഛനാണ്. അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. താങ്ക് യു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാറും നമ്മളോടൊപ്പമുണ്ട്. സാർ, സ്വാഗതം. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ജോസു ടി ഒഴുകേൽ സാറും നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് ആദ്യമായി തന്നെ ഇപ്പം നമ്മുടെ പല ജനങ്ങൾക്കും ഉള്ളൊരു സംശയം തന്നെയാണ്, ഇപ്പോൾ കേരളത്തിൽ തന്നെയായാലും, എന്താണ് ഈ ESA എന്ന് പറയുന്നത്? ESA എന്താണ്? ESA ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ ഈ കരട് വിജ്ഞാപനം അതെന്താണ്? ESA എന്ന് പറഞ്ഞാൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് പരിസ്ഥിതി സംവേദക പ്രദേശം എന്ന് വേണേൽ പറയാം. അതാണ് ESA. അത് ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു വിജ്ഞാപനമാണ്. ഏതൊക്കെ പ്രദേശമാണ് ഈ പരിസ്ഥിതി സംവേദക പ്രദേശമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഇപ്പോൾ ESA ഇപ്പോൾ പുറത്തിറക്കിയ കരട് വിജ്ഞാപനം അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയമായിരിക്കുന്നതും ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നതും മലയോര പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാക്കിയിരിക്കുന്നു. എന്താണ് ഇത് ഇത്രമാത്രം ആശങ്കയിലേക്ക് വരാനുള്ള കാരണം? ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് 6ാമത്തെ വിജ്ഞാപനമാണ്. കഴിഞ്ഞ 5 വിജ്ഞാപനത്തിലും ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് 6ാമത്തെ വിജ്ഞാപനത്തിലും വന്നിരിക്കുന്നത്. 123 വില്ലേജുകൾ ഉൾപ്പെട്ടിരുന്നത് ഇപ്പോൾ 131ആയി. അത് പഴയ വില്ലേജുകൾ വിഭജിച്ചതിൻ്റെ പേരിലുള്ളതാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏരിയ 9993.7 ചതുരശ്ര കിലോമീറ്ററാണ്. ഏറ്റവും ആദ്യത്തെ വിജ്ഞാപനത്തിലും ഇത് തന്നെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ 9993 ചതുരശ്ര കിലോമീറ്ററിൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ധാരാളമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് 2018 കേരള സർക്കാർ പഞ്ചായത്ത് തോറും സർവേ നടത്തിക്കൊണ്ട് ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കിയിട്ടുള്ള മാപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഗവൺമെൻറ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോൾ 8656.46 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉൾപ്പെടുക. അപ്രകാരം നൽകിയിട്ടുള്ള മാപ്പും അതിൻ്റെ ജിയോ കോർഡിനേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റു ഡീറ്റെയിൽസും കേന്ദ്രത്തിന് സമർപ്പിച്ചു എങ്കിലും അത് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അത് പരിഗണിക്കാതെ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മലയോര മേഖലയിലെ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും ധാരാളമായി ഉൾപ്പെടുകയും ഇത് 10,000 ലക്ഷക്കണക്കായ ആളുകളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് കേരള സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഈ നിലവിലുള്ള ESA വിജ്ഞാപനത്തിലെ തെറ്റുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഈ ESA എന്ന് പറയുന്ന വിഷയം നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇത് നമ്മുടെ ആദ്യം ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നു, വലിയൊരു സമരമുഖത്തായിരുന്നു മലയോര ജനതയെല്ലാം. അതിനോടനുബന്ധിച്ച് തന്നെയാണല്ലോ ESA വരുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാനായിട്ട്. പരിസ്ഥിതി പ്രാധാന്യം, ജൈവ വൈവിധ്യം, കാലാവസ്ഥ, ഈ ഘടകങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട നിർവചിക്കപ്പെട്ട ഒരു പ്രദേശത്തെയാണ് ESA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് ഇതിനു വേണ്ടി ആദ്യമായി തയ്യാറാക്കിയത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരുന്നത് താലൂക്കുകളായിരുന്നു. താലൂക്കുകളാണ് എൻ്റെ യൂണിറ്റായിട്ട് വന്നിരുന്നത്. അത് ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റുകയില്ല എന്നും ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ മനുഷ്യൻ എന്നൊരു കമ്പോണൻറ്റ് ഉൾപ്പെടുത്താതിരുന്നതിനാലും ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ കസ്തൂരിരംഗനെ അതിൻ്റെ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നിയോഗിച്ചത്. കസ്തൂരിരംഗൻ്റെ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കേരള സംസ്ഥാനത്തെ ESA ആയി കണ്ടെത്തിയിരുന്ന പ്രദേശങ്ങളെ ജനവാസ മേഖല, അതായത് കൾച്ചറൽ മേഖല, ജനവാസ മേഖലയായിട്ടും വനമേഖലയായിട്ട് തിരിക്കുകയും അങ്ങനെ തിരിച്ചതിന് ശേഷം 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ESA ആയി വരും എന്നും 123 വില്ലേജുകൾ ഇതിൽ ഉൾപ്പെടും എന്ന് നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ ശുപാർശ ചെയ്തു. പക്ഷേ ഈ 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും വീണ്ടും ധാരാളം കൃഷിയിടങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രായോഗികതയും അതിലെ ജനവാസ മേഖലകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ഉമ്മൻ കമ്മിറ്റി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് 993.7 ചതുരശ്ര കിലോമീറ്ററിൻ്റെ കഡസ്റ്റൽ മാപ്പും അതിൻ്റെ മറ്റ് രേഖകളും സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതും വളരെ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന 123 വില്ലേജ് തന്നെ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിലും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിൽ വീണ്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് 2018 വീണ്ടും ഒരു കമ്മിറ്റി വരികയും ആ കമ്മിറ്റി ഓരോ വില്ലേജുകളും പഞ്ചായത്തുകളിലൂടെ ചേർന്ന് നേരിട്ട് കണ്ട് പഠനം നടത്തി അവിടുന്ന് ജലാശയങ്ങൾ, റോഡുകൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന വനപ്രദേശങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃഷിയിടങ്ങളെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പുതുതായിട്ട് ഒരു മാപ്പ് തയ്യാറാക്കി. ആ മാപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച 8656.46 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം. എന്നാൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ വില്ലേജുകളുടെ എണ്ണം കുറഞ്ഞു. 123 എന്നുള്ളത് 92 കുറയുകയുണ്ടായി. അങ്ങനെ കുറഞ്ഞപ്പോഴും വീണ്ടും അതിൻ്റെ അകത്ത് കുറേ തകരാറുകളുണ്ടായിരുന്നു. അതായത് 20% വനമുള്ള വില്ലേജുകളെ ആയിരുന്നു ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. പക്ഷേ 20% വനമില്ലാത്ത വില്ലേജുകളും ചതുരശ്ര കിലോമീറ്ററിൽ 100-ൽ കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജുകളും ഈ 92 ഉൾപ്പെട്ടിരുന്നു. അത് പരിഹരിക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗവൺമെൻറ് ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിച്ചതായിട്ട് ഇതുവരെയും പറയുന്നില്ല. ആ റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ ഏറ്റവും അവസാനം ജൂലൈ 31 ഇറക്കിയ കരട് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി 993 ചതുരശ്ര കിലോമീറ്റർ വരുമായിരുന്നില്ല. പകരം 8656 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വരുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാവും. ഈ പ്രശ്നം പരിഹരിക്കാതിരുന്നു കഴിഞ്ഞാൽ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും വളരെ വ്യാപകമായി ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ഥലങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള ജിയോ കോർഡിനേറ്റ്സ്. ഈ ജിയോ കോർഡിനേറ്റ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, കേരളവുമായി വനഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൻ്റെ കൃഷിഭൂമിയുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം 17,000 കിലോമീറ്റർ നീളത്തിൽ വരും. കയറി ഇറങ്ങി ഈ കിടക്കുന്നതുകൊണ്ടാണ് അത്ര ദൂരം വരുന്നത്. അതിൽ ഈ ഈ നിലവിലുള്ള ESA റിപ്പോർട്ടിൻ്റെ അകത്ത് ഏകദേശം 10,000-ഓളം കിലോമീറ്റർ നീളത്തിൽ വരും. അപ്പോൾ 1 കിലോമീറ്റർ നീളത്തിൽ കയറി ഇറങ്ങി കിടക്കുന്ന പ്രദേശം കൃത്യമായി ഉൾപ്പെടണമെങ്കിൽ ഓരോ കയറ്റത്തിനും ഇറക്കത്തിനും വളവിനും തിരിവിനും ഒരു കോർഡിനേറ്റ്സ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ 10,000 കിലോമീറ്റർ ദൂരം കണക്കാക്കാൻ ഏകദേശം 1 കിലോമീറ്റർ 10 വെച്ച് കണക്കാക്കിയ പോലും 100,000-ലധികം കിലോമീറ്റർ അതിൻ്റെ അകത്ത് കോർഡിനേറ്റ്സ് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നൽകിയിരിക്കുന്ന കോർഡിനേറ്റ്സ് അതിനേക്കാളും വളരെ കുറവുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിരിക്കുന്ന വ്യക്തമായ കോർഡിനേറ്റ്സ് ഉള്ള മാപ്പാണ് ഒന്ന്. രണ്ട്, ഇത് ഈ ഏറ്റവും അവസാനത്തെ വിജ്ഞാപനത്തിൽ പറയുന്നു ഈ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ട് എന്ന്. എന്നാൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അതില്ല. അതിന് പകരം ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് ഈ കാലാവസ്ഥാ വ്യതിയാന കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പിൻ്റെ വെബ്സൈറ്റിലാണ്. ആ മാപ്പിൽ വളരെ അവ്യക്തതയുണ്ട്. അതിൽ 2 മാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയതിൽ ഏതാണ് സർക്കാർ ഉദ്ദേശിച്ച മാപ്പെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന് കോർഡിനേറ്റ്സ് വ്യക്തതയില്ലാത്തതാണ്. അവിടെയും വലിയ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാതെ ഇതിൽ എന്ത് തീരുമാനമെടുത്താലും അത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാകും. ഈ ഒരു വിഷയം ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ സമരമുഖത്തുണ്ട് കുറേ നാളുകളായിട്ട്. ഇത് സർക്കാരുമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ, അതായത് ഇത്രമാത്രം ജനങ്ങളെ ബാധിക്കുന്ന ഈ ഒരു വലിയൊരു ഇഷ്യൂ സർക്കാരിൻ്റെ മുമ്പിൽ ഇതിന് മുമ്പായാലും ഇപ്പോഴായാലും നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഈ വിഷയങ്ങൾ ശക്തമായിട്ടുള്ള പ്രതികരണം കത്തോലിക്ക കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് 500-ലധികം പേജുകളുള്ള റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആദ്യമായിട്ട് പഠിച്ചൊരു വിഷയം പൊതുസമൂഹത്തെ അവതരിപ്പിച്ചത് അന്ന് കത്തോലിക്ക കോൺഗ്രസ്സാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അന്ന് എറണാകുളത്ത് ഹൈക്കോടതി പിടിക്കൽ ഒരു ഏകദിന ധർണയും നടത്തിയതിനോടനുബന്ധിച്ച് അതിനുശേഷമാണ് പൊതുസമൂഹവും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഏറ്റെടുത്ത് അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഗതി മാറി വന്നത്. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ESA വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടും കത്തോലിക്ക കോൺഗ്രസ് സമരമുഖത്താണ്. നമുക്കറിയാം, വയനാടൊരു പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ആ സമയത്ത് തന്നെ ഈ ESA റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിലുള്ള ദുരൂഹത പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇത് ജനങ്ങളെ ഒരു മൂടുപടം കാണിച്ചുകൊണ്ട് മലയോര കർഷകരെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണെന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു. അതിന് ചില പ്രചരണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അവിടെ ഭൂമി ദുരന്തമുണ്ടായത് മറ്റു കാരണങ്ങളാണ്, വനത്തിനുള്ളിലാണ് ആ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്.
ESA റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഈ നാളുകളിലെല്ലാം വലിയ പ്രചരണങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് വില്ലേജുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുമാണ് ഇതിനുള്ള നിവേദനങ്ങളും മെമ്മോറാണ്ടവും പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാഗ്രതാ ദിനം ആചരിച്ച് എല്ലാ ഇടവകളിലൂടെ കേന്ദ്രീകരിച്ച് ജാഗ്രതാ ദിനം ആചരിച്ച് എല്ലാ പഞ്ചായത്തുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താനായിട്ടുള്ള ഒരു ഇടപെടൽ യൂണിറ്റ് തലത്തിൽ ആരംഭിച്ചു. കൂടാതെ നമ്മുടെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് മലയോര മേഖല യൂണിറ്റുകളിൽ നിന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൃത്യമായിട്ടുള്ള നിവേദനം കൊടുത്തു, മെമ്മോറാണ്ടം കൊടുത്തു. ഇത് ഈ വില്ലേജുകളുടെ പ്രത്യേകതയും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സാമൂഹിക ആഘാതവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വില്ലേജുകളെ ഒഴിവാക്കണമെന്നുള്ള മെമ്മോറാണ്ടം നമ്മളുടെ യൂണിറ്റുകൾക്ക് കൊടുപ്പിച്ചു. അതിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ കേന്ദ്ര സമിതി മോണിറ്റർ ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചനാ ദിനമായിട്ട് പല പ്രദേശങ്ങളിലും ആചരിച്ചു. കാരണം നേരത്തെ ഗവൺമെൻറ് പറഞ്ഞ വാക്കുകൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയായിട്ട് പഞ്ചനാ ദിനമായിട്ട് ആചരിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പ്രചരണങ്ങൾ മാത്രമല്ല, പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും. ഇന്നലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ രൂപതാ സമിതികളും യോഗം ചേർന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം നടത്തുകയും മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും ഒഴിവാക്കുന്നത് വരെ കത്തോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും സമരരംഗത്തുണ്ടാകും. അതിന് എങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് നടത്തേണ്ടത്, അങ്ങനെ നടത്താൻ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അച്ഛനിവരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാമ്പ്ലാൻ്റെ പിതാവ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം എല്ലാം നടത്തിയായിരുന്നു. ശക്തമായി സമരമായി മുന്നോട്ട് പോകുമെന്നൊക്കെ പിതാവ് പറഞ്ഞിരുന്നു. ശരിക്കും സഭ ഈ ESA എന്ന് പറയുന്ന ഈ ഒരു കരട് വിജ്ഞാപനത്തിന് എതിരാണോ? എങ്ങനെയാണ് അതിന്? ESA എന്ന കരട് വിജ്ഞാപനത്തിനെതിരല്ല സഭ പറയുന്നത് ആ വിജ്ഞാപനത്തോട് ശരിയായ രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഈ വിജ്ഞാപനം, ആ വിജ്ഞാപനം ഒരു ഏകപക്ഷീയമായിട്ട് പുറപ്പെടുവിച്ചെന്ന് നമുക്ക് പറയത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു സമയം തന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആക്ഷേപം സമർപ്പിക്കുവാനുള്ള സമയം. ഇനി ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരാണ് ഇതിനെപ്പറ്റിയുള്ള വിവിധ വശങ്ങൾ പരിഗണിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അഭിൻ്റെ പിതാവും പറഞ്ഞതുകൊണ്ട് അതുതന്നെയാണ്. കാരണം ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കണം. അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് അത് അന്തിമ വിജ്ഞാപനമാക്കുകയോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളുടെ ആക്ഷേപങ്ങൾ അവിടെ ചെല്ലുന്നില്ല, അത് ചെല്ലാനുള്ള ഒരു അവസരമില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട കാര്യം. ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ഈ 131 വില്ലേജുകളെ ഒറ്റയടിക്ക് പരിസ്ഥിതി സംവേദക വില്ലേജുകളായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. 1 ഇഞ്ച് വനഭൂമി പോലും നഷ്ടപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ 1 ഇഞ്ച് ജനവാസ ഭൂമി പോലും പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ജോസൂട്ടി സാറും രാജീവ് സാറും പറഞ്ഞതുപോലെ ജനവാസ കേന്ദ്രങ്ങളെയും ജനങ്ങൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങളെയും കൃത്യമായിട്ട് വേർതിരിക്കണം. അതും ഈ വനമേഖലയും തമ്മിലുള്ള വേർതിരിവ് വ്യക്തമാക്കിയിട്ട് വേണം ഈ ESA വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ വേണ്ടി. പിന്നെ ഇതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ടെന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സംശയിക്കുന്നുണ്ട്. കാരണം ഈ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് വനത്തോട് ചേർന്ന സ്ഥലം, അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യം വരുമ്പോൾ അവിടെ മുഴുവൻ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് മാറുകയാണ്. എന്തുകൊണ്ട് ടൗൺഷിപ്പുകളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ വരുമ്പോൾ ഈ വക നിയമങ്ങളൊന്നും ബാധകമല്ലാത്തത്? അവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ, ആകാശമുട്ട ഉണ്ടാക്കാൻ ഇവിടെ യാതൊരു നിയമ തടസ്സമില്ലല്ലോ. എന്ത് മലയോരത്ത് ഒരു കർഷകൻ ഒരു 2 നിലയുള്ള ഒരു വീട് വെക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിയമങ്ങൾ കൊണ്ട് കാർക്കശ്യത്തോടെ അവനോട് ഇടപെടുന്നു? ആ ഒരു എന്താ പറയണ്ടേ, ഇരട്ടത്താപ്പ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നമ്മൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു വിഷയം വന്നപ്പോൾ അതിനെതിരെ സത്വരമായിട്ട് ഉണർന്നെഴുന്നേറ്റ് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടോ ഉറങ്ങുന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യമായ റോളുണ്ട്. അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതൊക്കെ ചില ഏജൻസികളെ അങ്ങ് ഏൽപ്പിച്ച് അവരുടെ മനസ്സിൽ തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ വാസ്തവം. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികളും സർക്കാരും
വളരെ കൃത്യമായിട്ട് അവർ ഉത്തരവാദിത്വം നിറവേറ്റണം. നിറവേറ്റിയില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ അണിനിരത്തി അതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ജാഗ്രതാ ദിനം 8-ാം തീയതി ഞങ്ങൾ ആചരിച്ചു. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ കൃത്യമായി പഠിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്നുണ്ടോ? ചില ആളുകൾ ഇതിനെപ്പറ്റി കാര്യഗൗരവമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ഈ അവബോധം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രാജീവ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ യൂണിറ്റുകളിലും ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെക്കുറിച്ച് അജ്ഞരാണെന്ന് വിചാരിക്കാൻ പറ്റിയല്ല. ജനങ്ങൾ ഇനി ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരും പ്രതികരിക്കാൻ സന്നദ്ധരുമാണ്. അതിനുള്ള നേതൃത്വം ബഹുമാനപ്പെട്ട നമ്മളുടെ നേതാക്കന്മാർ ഏറ്റെടുക്കും. സഭ പൂർണ്ണമായി പിന്തുണ ഈ സമരമുഖത്ത് നൽകുകയും ചെയ്യും. അതുകൊണ്ടാണ് അഭിമന്യ റെമിജിയസ് പിതാവും അഭിമന്യ പാമ്പ്ലാനി പിതാവും അഭിമന്യ ആൻഡ്രൂസ് പിതാവും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. തുടർന്നുള്ള ദിനങ്ങളിൽ മറ്റ് അഭിമന്യ പിതാക്കന്മാരും പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും എല്ലാ രൂപതകളിലും കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായി, ഇതൊരു മതത്തിൻ്റെയോ ജാതിയുടെ വിഷയമല്ല, ഈ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വില്ലേജുകളിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യരും ബാധിക്കുന്ന വലിയൊരു വിഷയമാണിത്. ഹിന്ദു ആണേലും മുസ്ലിം ആണേലും ക്രിസ്ത്യാനിയാണേലും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. ജോസൂട്ടി സാർ പറഞ്ഞതുപോലെ അവരുടെ സാധാരണ ജീവിതത്തെ ഇത് സാരമായിട്ട് ബാധിക്കും. ഒരു സ്ഥലം വിൽക്കാൻ സാധിക്കില്ല, ഒരു ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിന് ലോണ് അവർക്ക് കിട്ടിയല്ല. അതുപോലെ മറ്റ് സാമൂഹിക വ്യവസ്ഥകൾ ഇപ്പോൾ ESA ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് വെച്ച് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ചിലപ്പോൾ ജോസൂട്ടി സാർ അതിനെപ്പറ്റി പറയുമായിരിക്കും. അവിടെയുള്ള നിർമ്മാണ പ്രവർത്തികളെ അത് ബാധിക്കും. അവിടെയുള്ള റോഡുകൾ ഒന്ന് നന്നാക്കണമെങ്കിൽ അവരുടെ അനുവാദം വേണം. എന്തിന് നമ്മുടെ വീട് ഒന്ന് നവീകരിക്കണമെങ്കിൽ അതിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അനുവാദം നമുക്ക് വേണ്ടി വരും. അത് ശരിയല്ലേ ജോസൂട്ടി സാർ? അങ്ങനെ അതുമാത്രമല്ല നമ്മുടെ കൃഷി രീതികൾ അവർ പറയുന്ന പോലത്തെ കൃഷി ചെയ്യേണ്ടി വരുമെന്നാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ടും എന്ത് ഈ ഗവൺമെൻറ് ഉറങ്ങുന്നു, എന്ത് ഈ ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ക്രിയാത്മകമായിട്ട് ഇടപെടാതിരിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. ഞങ്ങളുടെ അമർഷം മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നമാണിത്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഏതറ്റം വരെ ഇവിടുത്തെ സാധാരണക്കാരനും കർഷകനും വേണ്ടി നിൽക്കുവോ അത് ചെയ്യും. ഈ വിഷയത്തിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി. ഈ സമയത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും, ഇങ്ങനെ ഗാഡ്ഗിൽ അദ്ദേഹം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രസ്താവനകളും ഇറക്കി. ഈ പ്രദേശങ്ങളെല്ലാം ഒരു പരിസ്ഥിതി ലോല പ്രദേശമായിരുന്നു, സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാവാനുള്ള കാരണം അത് ഇതേപോലുള്ള ആ ഒരു പ്രദേശത്തുള്ള അധിവാസമാണ്, അല്ലെങ്കിൽ കർഷകരുടെ മേലേക്ക് ഈ ഒരു ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സഭയായാലും ഈ ഒരു വയനാട് ദുരന്തത്തിൽ അനുശോചിക്കുകയും മറ്റുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ പലവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളല്ലേ കസ്തൂരി രംഗൻ എതിർത്തത്, നിങ്ങളല്ലേ കസ്തൂരി രംഗൻ വേണമെന്ന് പറയുന്നവർക്കെതിരെ സമരം നടത്തിയതും കല്ലറയിൽ അടക്കിയതും എന്ന രീതിയിലൊക്കെ സഭയ്ക്കെതിരെ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ കിടന്ന് കരയുന്നോ എന്ന രീതിയിലൊരു ചോദ്യവും ഉയർന്നിരുന്നു. അപ്പോൾ ഇതേപോലെ പരിസ്ഥിതി ലോലമായ സംരക്ഷിക്കേണ്ട പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിനെതിരെ നമ്മളൊരു സമരം നടത്തുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ സമരം നടത്തുന്നു എന്നൊരു ആക്ഷേപവും ഇല്ലേ? ഇല്ല, അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഇവിടെയാണ് ഈ കാപട്യത്തിൻ്റെ മുഖം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ വയനാട്ടിൽ ഉണ്ടായ ആ ദുരന്തം വളരെ ശോചനീയമാണ്, ദുഃഖകരമാണ്. ഞങ്ങളൊക്കെ തന്നെ അവിടെ പോയ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഞാനും അഭിനന്ദ പിതാക്കന്മാരോടൊപ്പം ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളെ സഹായിക്കുകയും ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഉരുൾപൊട്ടിയ സ്ഥലം ലിജോ സാറ് കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നിബിഡ വനത്തിനുള്ളിൽ കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചത്. ആ നിബിഡ വനത്തിനുള്ളിൽ ആരാണ് ഈ നിർമ്മാണ പ്രവർത്തനം? ആന നടത്തുന്നുണ്ടോ? പുലി നടത്തുന്നുണ്ടോ? കുരങ്ങ് നടത്തുന്നുണ്ടോ? മനുഷ്യൻ എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ കുറ്റം, പാപഭാരം മുഴുവൻ ആ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ മനുഷ്യരുടെ മുകളിൽ ചുമലിൽ വെച്ച് കെട്ടുക എന്ന് പറയുന്നത് അത്യന്തം അപലപനീയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിലരൊക്കെ പറഞ്ഞു ഇത് ക്വാറിയുടെ വിഷയമാണ്. ആ പഞ്ചായത്തിലൊരു ക്വാറി പോലും ഇല്ലായിരുന്നു. ഈ ചൂരൽമല മണ്ടക്കൈ പ്രദേശത്ത് ആ പഞ്ചായത്തിൽ ഒരു ക്വാറി പോലും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് തെളിവില്ല. അപ്പോൾ ആ ക്വാറിക്കെതിരെയല്ല ഞാൻ പറയുന്നത്.
ക്വാറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് അനുവാദം കൊടുക്കുന്ന ആരാ? ഗവൺമെൻറ്റല്ലേ അനുവാദം കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് സ്ഥിരബുദ്ധിയോടെ അത് തടഞ്ഞുകൂടാ? അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് സാധാരണക്കാരായ ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങളെ ബലിയാടാക്കുകയും ചെയ്യുന്ന ആ നയം ശരിയല്ല. ഈ ടൗൺ പ്രദേശത്ത് നടത്തുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിനുമുള്ള അസംസ്കൃത വസ്തുക്കൾ, മെറ്റൽ, മണൽ, ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്? അതൊക്കെ വേണം താനും. അത് എടുക്കുന്ന ഈ ക്വാറി ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ ബലിയാടാക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ ഇപ്പം ഞാൻ അവിടെ പോയതാണ്, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി കണ്ടതാണ്. അവിടെ ഒരു റിസോർട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ബോച്ചടയിലും 1000 ഏക്കർ ആ ഒരു സ്ഥലം അതിന് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളെ പോകുന്ന വഴിക്ക് നമുക്കത് കാണാൻ സാധിക്കും. അത് ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിലാണ് മിക്ക റിസോർട്ടുകളും നിൽക്കുന്നതും മിക്ക അഡ്വഞ്ചർ പാർക്കുകളും ഈ ഒരു തേയിലത്തോട്ടത്തിനാണ്. പക്ഷേ ആ വിഷയത്തിലേക്കൊന്നും ഒരുപാട് പേര് പോയിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പോകാതെ തന്നെയാണ് ഈ ഒരു സഭയ്ക്കെതിരെ ഒരു ആക്ഷേപം നടന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അതിന് സഭയ്ക്ക് അവിടെ റിസോർട്ടില്ല. അങ്ങനെ റിസോർട്ട് ഉണ്ടെങ്കിൽ അതിന് അനുവാദം കൊടുത്താരാണ്? കൂടുതൽ പ്രസിഡന്റ് അതിനെക്കുറിച്ച് പറയും. ഇതിനകത്ത് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഈ റിസോർട്ടുകളെയൊക്കെ പലപ്പോഴും അവർ ബോധപൂർവം എല്ലാവരും ഹൈഡ് ചെയ്യുന്നുണ്ട്. കർഷകരെയാണ് എല്ലാവരും ഉന്നം വെക്കുന്നത്. അവിടെ സാധാരണക്കാർ അതിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ ഈ ഒരു തേയിലത്തോട്ടത്തിൽ അതിനൊരു പട്ടയം, ആ ഒരു തേയില പട്ടയമായിരിക്കും, അല്ലെങ്കിൽ തോട്ടം ചെയ്യാൻ മാത്രമുള്ള ഒരു അനുവാദങ്ങളോട് അവിടെ എങ്ങനെയാണ് ഈ റിസോർട്ടുകൾ വരുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അത് പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. പൊതുസമൂഹം വിലയിരുത്തേണ്ടതാണ്. ഇതിപ്പോൾ വയനാട്ടിൽ മാത്രമല്ല, മലമ്പ്രദേശത്തുള്ള മലയോര മേഖലയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ റിസോർട്ടുകൾ വരുന്നതും ഈ അടുത്ത നാളിൽ എത്ര റിസോർട്ട് പൊളിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്, ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിന് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇത് കർഷകരെയാണ് പ്രധാനമായിട്ടും മുന്നിൽ വെക്കുന്നത്. സാധാരണക്കാരുള്ള കർഷകരാണ്. കർഷകരെ ദ്രോഹിക്കാനായിട്ടുള്ള പല നടപടികളും ഈ നാളുകളിലെല്ലാം സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നതാണ്. നമുക്കറിയാം, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നു, ബഫർ സോൺ പ്രശ്നം വന്നു, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായപ്പോഴും സർക്കാരുകൾക്ക് പുലർത്തിയ നിസ്സംഗതയുണ്ട്. സാധാരണക്കാരെ ആളുകളെ എത്രയോ ആളുകളെ കടിച്ച് കൊന്നു തിന്നു, പുലിയും കാട്ടാനയൊക്കെ ആളുകളെ ചവിട്ടിക്കൊന്നു. എന്നിട്ട് സർക്കാർ ഒരു നിസ്സംഗത കാണിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ESI വന്നപ്പോഴും സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ സർക്കാർ പലപ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഈ സമയം ചില ദൂരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കർഷകരെ കുടിയൊഴിപ്പിക്കാനായിട്ടുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമം ഏതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തുനിന്നോ അല്ലെ ബോധപൂർവമായിട്ട് സർക്കാരുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണുള്ളത്. കർഷകരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ അവിടെ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. അവരെ ഒരു കാരണവശാലും വലിയ ഈ പറഞ്ഞ റിസോർട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ താരതമ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കർഷകരുടെ ജീവിതം രക്ഷിക്കാനുള്ള നടപടിയാണ് സർക്കാരുകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള സമീപനം ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുവാണ്. കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും നേതാക്കന്മാരും പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങളല്ല, സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം പഴിചാരുന്നല്ലാതെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 30-ാം തീയതിക്ക് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ എടുത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തില്ല എങ്കിൽ ഇത് നമ്മൾ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ആളുകൾ പോവുകയാണ്. അത് ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ട് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ, കുടിയേറ്റക്കാരെന്നുള്ള കർഷകരെ കയ്യേറ്റക്കാരായിട്ട് കാണുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തണം. തിരുത്തിയില്ല എങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ സമുദായ സംഘടന നേതൃത്വത്തിൽ നമ്മളുടെ സഭയെല്ലാം ഒന്നടങ്കം ചേർന്നുകൊണ്ട് പൊതുസമൂഹത്തെ ചേർന്ന് നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും. ഈ നാട്ടിലെ കർഷകരുടെ ജീവന് വിലയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം വരുന്ന ആളുകളിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. ജോസഫ് സാർ എന്തോ പറയാൻ വേണ്ടി വന്നു? ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് അവരുടെ ഉപജീവനത്തിന് മാർഗം കണ്ടെത്തിയിരിക്കുന്നത് ഹോം സ്റ്റേ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിനേക്കാളും അനേക വലിപ്പത്തിലുള്ള വലിയ നിർമ്മിതികൾ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റിസോർട്ടുകൾ ഒരു മണ്ണിടിച്ചിലിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉരുൾപൊട്ടലിനോ പ്രേരകമാകുമെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. എന്ന് തന്നെയല്ല, നമ്മുടെ മലയോര മേഖലയിലൊക്കെ വലിയ ഡാമുകളും അതുപോലുള്ള സംഗതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ സംവിധാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നത്. പിന്നെ റിസോർട്ടുകൾക്കെതിരെ തിരിയുമ്പോൾ വയനാട്ടിലെ റിസോർട്ടുകളുടെ ബഹുഭൂരിപക്ഷവും ചെറുകിടക്കാരുടെ കയ്യിലുള്ള 2, 3, 4 മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഉപജീവനത്തിന് വേണ്ടി കണ്ടെത്തുന്നതാണ്. ഒരു കാലത്ത് വയനാട്ടിൻ്റെ വരുമാനത്തിൻ്റെ 60% കൃഷിയിൽ നിന്നായിരുന്നു.
ഇന്ന് അത് 20% കുറഞ്ഞു. 21% ഇന്ന് കൃഷി എന്നുള്ള വരുമാനമുള്ളൂ. അതേ സമയത്ത് അവിടെ ബാക്കി വരുന്ന ഒരു 60% വരുമാനം ഇപ്പോൾ റിസോർട്ട് മേഖലയിൽ നിന്നും ടൂറിസം മേഖലയിൽ നിന്നുമാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർ, തൊഴിലാളികൾ, കർഷകർ, ഈ ജോലി എടുക്കുന്നവർ, അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെയാണ്. ഈ റിസോർട്ടുകൾക്കെതിരെ നീങ്ങുന്നതിൻ്റെ പിന്നിലുള്ളതും വൻകിട ലോബിയാണ്. ഈ ആളുകളെ ഉപജീവന മാർഗം മുട്ടിച്ച് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിനുള്ള മറ്റൊരു ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നമ്മുടെ ഈ ESA ബന്ധപ്പെട്ട വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു വില്ലേജാണ് ഒരു യൂണിറ്റായിട്ട് പരിഗണിക്കുക, ഒരു വില്ലേജ് മുഴുവൻ. ഇവിടെ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 131 വില്ലേജുകളിലും അതല്ല 2018 കേരള സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്ന 92 വില്ലേജുകളിലും, അതിപ്പോൾ 98ആയി ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ട്, ഈ 92 വില്ലേജുകളിലും വനഭൂമിയുമുണ്ട്, കൃഷിഭൂമിയുമുണ്ട്. അപ്പോൾ ഒരു വില്ലേജ് ഒന്നാകെ ESA ആയി പ്രഖ്യാപിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമി കൂടി ESAയിൽ പെടും. അതുകൊണ്ട് നിലവിലുള്ള വില്ലേജുകളിലെ ഡോക്യുമെൻ്റ് വെച്ച് തന്നെ പരിശോധിച്ചാൽ വനഭൂമി ഏതാ കൃഷിഭൂമി ഏതാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള വനഭൂമിയുടെ സർവേ നമ്പറുകൾ കണ്ടെത്തി ആ വനഭൂമി തിരിച്ചിട്ട് ആ വനഭൂമിക്ക് ESA വില്ലേജ് എന്ന് അല്ലെ വേറൊരു പേര് പുനർനാമകരണം ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് വേണം ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാനായിട്ട്. അതാണ് സാറിന് പറഞ്ഞ ജിയോ കോഡിങ്സ് കൊടുക്കണം. ജിയോ കോർഡിനേറ്റ്സ് കൊടുക്കേണ്ടത് വനഭൂമിയുടേത് മാത്രം കോർഡിനേറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് മാത്രം പോരാ, ആ വനഭൂമി വേറെ വില്ലേജായി ഗവൺമെൻറ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വില്ലേജ് വനഭൂമിയും കൃഷിഭൂമിയും ഉണ്ടെങ്കിൽ ആ വില്ലേജ് ഒന്നാകെ ESA ആയിട്ട് പോകും. അതുകൊണ്ട് കൃഷിഭൂമി ഒഴിവാക്കിയ ബാക്കി ഭാഗത്തെ പ്രത്യേക വില്ലേജായി നാമകരണം ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ്സ് കൊടുക്കുകയും അത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അതിന്മേൽ ആളുകൾക്ക് പരിശോധിച്ച് പരാതി നൽകാൻ 60 ദിവസം കൂടുതലായി ഇനി അനുവദിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ജിയോ കോഡിങ്സ് ഇല്ല എന്നാണോ? ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് ജിയോ കോർഡിനേറ്റ്സ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ജിയോ കോർഡിനേറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ജിയോ കോർഡിനേറ്റ്സ് ഇല്ല. കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ജിയോ കോർഡിനേറ്റ്സ് ഉള്ള ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 2 തരം മാപ്പുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ഇത് ചെയ്യേണ്ടത് മുഴുവൻ കേരള സർക്കാരാണ്. ഇത് കേരള സർക്കാർ എത്രയും വേഗം ചെയ്ത് ഇതിനാവശ്യമായ സമയം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണം. അവിടെ ആവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തണം. അതിൻ്റെ ഈ ഒരു വിഷയം മനഃപൂർവ്വം കൊടുക്കാനോ, അതായത് ഇപ്പം സാധാരണക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കൃത്യമായ ഒരു സ്ഥലം കൊടുക്കാതിരിക്കുന്നതാണോ? തീർച്ചയായും ഇത് നിസ്സാരമായ ഒരു ഗവൺമെൻറ് ചെയ്യാവുന്നൊരു കാര്യം. അത് രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ല നമ്മുടെ ഭരണ നേതൃത്വത്തിന് ചെയ്യാവുന്നൊരു കാര്യം. ഉദ്യോഗസ്ഥന്മാരെ പഴി പറഞ്ഞ് അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ കൃത്യമായും ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നോക്കണം. അതല്ല അവർ ഈ പറഞ്ഞ കാർബൺ ലോബിയുമായോ മറ്റേതെങ്കിലുമൊക്കെ ഏജൻസികളുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പരിസ്ഥിതി ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായിട്ടുള്ള ശക്തികളുമായിട്ട് ഒത്തുകളിച്ചുകൊണ്ടിട്ട് ജനങ്ങളെ വഞ്ചിക്കാനുള്ള സമീപനമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും അതിനോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതിശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അതിനെതിരെ ഉണ്ടാകും. അതിലേക്കൊന്നും കടത്താതെ വസ്തുതാപരമായ ഇടപെടൽ നടത്താനായിട്ടാണ് ഗവൺമെൻറ്റുകൾ തയ്യാറാകേണ്ടത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു നോക്കുമ്പോൾ എന്തോ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ട് തന്നെ ഇപ്പോൾ പിതാവ് അന്ന് പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു, ചില ഉദ്യോഗസ്ഥർ തമാശ കളിക്കുന്നു, സർക്കാർ അങ്ങനെ തന്നെ പിതാവ് പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉത്തരവാദിത്വമില്ലായ്മ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിഴലിക്കുന്നത്. കാരണം സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ജീവിതത്തിൻ്റെ വലിയ പ്രയാസകരമായ അവസ്ഥാവിശേഷങ്ങളൊന്നും ഈ അധികാരത്തിലിരിക്കുന്നവരെ സ്പർശിക്കുന്ന പോലുമില്ല. അവരൊക്കെ ഏതോ മായിക ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഒരു സാധാരണക്കാരന് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി നിർവാഹമില്ലാതെ ബാങ്കിൽ ഒരു ലോണിന് ചെല്ലുമ്പോൾ കിട്ടാത്ത അവസ്ഥ, ആ ബുദ്ധിമുട്ട് ആ ഗൃഹനാഥനും ആ കുടുംബത്തിനും മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വീട്ടുകാരന് അവിടെ താമസിക്കാൻ പറ്റുന്നത് അത് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ആ സ്ഥലത്തിന് യാതൊരു മൂല്യമില്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരാൾ വിവാഹ ബന്ധത്തിലൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റ് വീട്ടുകാർ അതിന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഇവിടുത്തെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ
കത്തോലിക്ക കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും എത്തിക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക. അത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന് കത്തോലിക്ക കോൺഗ്രസ് എല്ലാവരെയും സഹകരിപ്പിക്കും, നേതൃത്വം ഏറ്റെടുത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ പഴയ കാലം പോലെയല്ല, ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കാൻ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് സാധിക്കും. പണ്ടത്തേതുപോലെ ആളുകളെല്ലാം അങ്ങോട്ട് ഒന്നും കാണാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഓരോ വിവരവും കൃത്യം അതാത് സമയത്ത് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള സംവിധാനം ചെയ്യും, ആളുകളെ ബോധവൽക്കരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സാധാരണക്കാരായ കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നുള്ള പ്രശ്നം. ബഹുമാനപ്പെട്ട ജോസൂട്ടി സാറ് പറഞ്ഞതുപോലെ ഈ മാപ്പ് ഉണ്ടാക്കിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് ഇവിടെയുള്ള സാധാരണക്കാർക്ക് പ്രാപ്യമാക്കണം. ആർക്കും ഏത് സമയത്ത് നോക്കുവാനും തങ്ങളുടെ സ്ഥലം അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാനുമുള്ള വിധത്തിൽ അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ സാറ് പറഞ്ഞു ഈ റവന്യൂ വില്ലേജും അതുപോലെ ഈ പരിസ്ഥിതി ലോല പ്രദേശവും, അതിൽ പരിസ്ഥിതി ലോല വില്ലേജ് എന്ന് ഇട്ടോട്ടെ ആ പേര്, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു വില്ലേജ് എന്നുള്ള പൊതു നാമത്തിൽ അത് അറിയപ്പെട്ടാൽ ആ വില്ലേജിലുള്ള ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും കൂടി ഈ പരിസ്ഥിതി ലോല നിയമങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. അതാണ് ഞങ്ങളുടെ വിഷയം. അവിടെ ഒരു കൃത്യത വരുത്തണം, അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല ഈ 4 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഇനിയെങ്കിലും ഉണർന്നെണ്ണീറ്റ് ഒരു കോടതി വഴി ഒരു പെറ്റീഷൻ കൊടുത്ത് സമയം നീട്ടി വാങ്ങുകയാണ് കരണീയം. അതുപോലെ സാറ് പറഞ്ഞതുപോലെ ജോസൂട്ടി സാറും രാജീവ് സാറും പറഞ്ഞതുപോലെ ഒരു 60 ദിവസമെങ്കിലും കൂടുതൽ വാങ്ങിയിട്ട് ആ സമയത്തിനുള്ളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ജനങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ, എന്നാൽ പ്രകൃതിക്ക് കോട്ടം വരാത്ത വിധത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിലൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 131 വില്ലേജുകളും നാളെ കുറച്ച് നാൾ ശേഷം ഈ ഒരു കരട് വിജ്ഞാപനം അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ അതൊരു മനുഷ്യവാസമില്ലാത്തൊരു വനമേഖലയായിട്ട് മാറില്ലേ? ഒരു സംശയം വേണ്ട. സംഭവിക്കാൻ പോകുന്നതെന്നറിയോ, ഇപ്പം തന്നെ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം മൂലം മറ്റ് പല കാരണങ്ങളാലും ആളുകൾ സ്ഥലം കൃഷി നിർത്തിയിരിക്കുകയാണ്. അവിടെയെല്ലാം സ്വാഭാവികമായും വനമായിട്ട് വന്നിരിക്കുകയാണ്. ഈ അടുത്തിടെ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു മാർച്ച് മാസം 2024 മാർച്ച് മാസത്തിൽ. അതായത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള നിർവചിക്കപ്പെടാത്ത വനഭാഗങ്ങൾ, ഫോറസ്റ്റ് ലൈക്ക് ഏരിയാസ്, വനം പോലെയുള്ള സ്ഥലങ്ങൾ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോറസ്റ്റ് പോലെയുള്ള സ്ഥലം എന്നൊരു നിർവചനം ഒരു സ്ഥലത്തും ഇല്ല. പക്ഷേ ഈ ആളുകൾ കൃഷി ചെയ്യാതെ ഒരു സ്ഥലം കുറച്ചാൽ നടന്നാൽ അത് ഫോറസ്റ്റ് പോലെയുള്ളതായിട്ട് മാറിപ്പോകും. അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെയോ പുതിയ തന്ത്രങ്ങൾ അതിൻ്റെ പിന്നിൽ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. പരിസ്ഥിതി നിയമത്തിന് വിധേയമായിക്കൊണ്ട് താമസിക്കുന്ന ഒരു പ്രദേശത്തെ ആളുകൾക്ക് ആ ഭൂമിയുടെ മൂല്യം ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് വാണിജ്യമൂല്യം ഉപയോഗിക്കാൻ പറ്റില്ല, അത് വിറ്റ് മാറാനായിട്ട് പറ്റില്ല, അതിനാവശ്യമായ ലോൺ കിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ഈ പ്രദേശം വിട്ടുപോകാൻ ആളുകൾ നിർബന്ധിതരാകും. ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ അനുവാദത്തിന് വേണ്ടി നടക്കുമ്പോൾ അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകളും മറ്റു കാരണങ്ങളും ചുവപ്പ് നാടയും ഒക്കെ കാരണം അതും ആളുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകും. അപ്പം സംഭവിക്കാൻ പോകുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളെ അവിടുന്ന് കുടിയിറക്കുക, അത് കുടി ഒഴിഞ്ഞു പോകാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, വന്യജീവികളെ കൊണ്ട് ആക്രമിപ്പിച്ചൊക്കെ ആയിട്ട്. അങ്ങനെ വന്യജീവികളെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കുടിയിറക്കുന്ന പുതിയൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. അങ്ങനെ വനഭൂമിയുടെ വലിപ്പം കൂട്ടിയെടുക്കുകയും അതിൻ്റെ പേരിൽ മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്യുന്നതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരം കുൽസിത ശ്രമങ്ങളും ജനവഞ്ചനയുടേതായ ശ്രമത്തിൽ നിന്നും പിന്മാറി കൃത്യമായ രീതിയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിന് ആവശ്യമായിട്ടുള്ളത് ചെയ്തുകൊണ്ടിട്ട് ബാക്കി ജനത്തെ സംരക്ഷിക്കേണ്ടതും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇതിനകത്ത് UN ചാർട്ടറുണ്ട്, UN ചാർട്ടറുണ്ട്, UN പ്രോട്ടോകോൾസ് ഉണ്ട്. എന്താണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള പറഞ്ഞ കാര്യത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പ്രദേശത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ അംഗീകാരം വേണം. അവരുടെ സാമ്പത്തികം, സാമൂഹ്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം, തൊഴിൽപരം ആയിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി പ്രവർത്തനം മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് UN പ്രോട്ടോക്കോളിന് വിരുദ്ധമായ രീതിയിലുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധവുമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഒരുപക്ഷെ കേരളത്തിലെ കോടതികളോ കേന്ദ്രത്തിലെ കോടതികളോ ഒക്കെ അല്ലെങ്കിൽ സുപ്രീം കോടതിയൊക്കെ ഇത് പരിഗണനയിൽ എടുക്കുമായിരിക്കും. പക്ഷേ അതിനൊക്കെ സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെൻറ്റിനാണ്. കേരള ഗവൺമെൻറ് ആ ഉത്തരവാദിത്തം പാലിക്കണം. അതുതന്നെയാണ് അസന്നിഗ്ധമായിട്ട് പറയാനുള്ളത്. അതിനെക്കുറിച്ച് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇവിടുത്തെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രിയോട് തലശ്ശേരി വെച്ചൊരു മീറ്റിംഗിൽ ഞാൻ നേരിട്ട് ചോദിച്ചതാണ്, ശശീന്ദ്രൻ സാറിനോട്. സാറേ, ഇവിടെ കേരളത്തിൽ ഇനിയും
കൂടുതൽ വനവിസ്തൃതി ആവശ്യമുണ്ടോ? അന്നേരം അദ്ദേഹം അവിടെ വെച്ച് എല്ലാവരുടെയും അഭ്യുന്നയ പാമ്പ്ളാനി പിതാവിൻ്റെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് ഈ വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാണ്, അച്ഛാ ഇവിടെ ആവശ്യത്തിന് നമുക്കുണ്ട്. കേരളത്തിൽ 30% വനവിസ്തൃതി ആവശ്യം. അത് നമുക്ക് അതിനോട് അടുത്ത് തന്നെ അത്രയും തന്നെ ഉണ്ട്. ഇനി 1 ഇഞ്ച് പോലും നമുക്ക് കൂടുതൽ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതേസമയം ഈ നടപടികൾ കാണുമ്പോൾ എനിക്കിതിൽ സംശയം തോന്നുകയാണ്. ഈ വികസിത രാജ്യങ്ങളിലുള്ള ആളുകൾ ജീവിത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കാർബൺ ബഹിർസ്ഫുരണത്തെ പരിഹരിക്കുവാൻ വേണ്ടി പാവപ്പെട്ട രാജ്യങ്ങളിലെ ആളുകൾക്ക് പണം കൊടുത്ത് അവരുടെ ജീവിത സൗകര്യങ്ങൾ കുറച്ച് അവിടെ കൂടുതൽ വനങ്ങൾ ഉണ്ടാകുവാനുള്ള ഇട നടത്തുകയാണ്. ഇത് അത്ര നിസ്സാര ഒരു അന്താരാഷ്ട്ര ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ അതിന് കുറ്റം പറയേണ്ടതില്ല. അതിനകത്ത് ചില കപട പരിസ്ഥിതിവാദികൾ പോലും പെടുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കാരണം അവരൊക്കെ ടൗണുകളിൽ എല്ലാ സൗകര്യങ്ങളും വേണം. അവർക്ക് AC ഇല്ലാതെ ജീവിക്കത്തില്ല, അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കത്തില്ല, ഫാൻ വേണം, എല്ലാ സംവിധാനവും വേണം, ഫ്രിഡ്ജുകൾ വേണം. അതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഇവരുടെ ഈ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി മലയോരത്തെ സാധാരണക്കാരന് ഒരു കുടിൽ കെട്ടി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഈ നാട്ടിൽ സംജാതമാക്കുക എന്ന് പറഞ്ഞാൽ അത് അനീതിയാണെന്ന് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതുകൊണ്ട് ഈ കാപട്യം നമ്മൾ തിരിച്ചറിയണം. ഗവൺമെൻറ് അതിന് ഒരിക്കലും വഴങ്ങരുത്. ഇനി അങ്ങനെ വഴങ്ങിയാൽ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലെ സാധാരണക്കാരെ ഒരുമിച്ച് നിർത്തി അതിന് കൃത്യമായി മറുപടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ ഈ പറഞ്ഞതും നേരത്തെ സാറ് പറഞ്ഞതോടുകൂടി കുടിയൊഴിപ്പില്ല, കുടിയിറക്കൽ അതൊരു ഇൻഡയറക്റ്റായിട്ട് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നേരത്തെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിലുണ്ടായിരുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ്. കേരളത്തിലെ എല്ലാ പ്രദേശത്തും സമരത്തിന് മുൻപന്തിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒരുപാട് ചർച്ച ചെയ്തതാണ്, എല്ലാ മാധ്യമങ്ങളും ചർച്ചയാക്കിയതാണ്. അപ്പോൾ അതുമായി വിഷയത്തിൽ ഞങ്ങൾ ഇതേപോലെ ഒരു പല സ്റ്റോറീസും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ എറണാകുളത്തായാലും ഇവിടെ നമ്മൾ മാമലക്കണ്ടം ആ മേഖലയ്ക്കായാലും പല ഇടവകകളിലും വികാരിച്ച് അന്യം നിന്നു പോകുന്ന അവസ്ഥ. യുവജനങ്ങളില്ല, അവരൊക്കെ മാറിപ്പോകുന്ന ഇടവകളിലെല്ലാം ആൾക്കാർ കുറഞ്ഞു 10ഉം 12ഉം ഒരിടവക പൊട്ടിപ്പോണ്ട അവസ്ഥയിലാണ്. ആ പ്രായമുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ആ ഇടവകയിൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ പല സ്ഥലങ്ങളും ഇടവക ഞാൻ ഉദ്ദേശിച്ചത് നമ്മളാ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഇത് ഒരു നാട്, ഒരു പ്രദേശം മുഴുവൻ അങ്ങനെ പോകുന്നു. സർക്കാർ പറയുന്നില്ല ഞങ്ങൾ കുടിയിറക്കുന്നു, പക്ഷേ ജനങ്ങൾ സഹിച്ച് കുടിയിറങ്ങി പോകുന്നു. അവസാനം അവിടെ ആരും വരാതെയാകുന്നു എന്നൊരവസ്ഥയിലേക്ക് ഒരു ഇൻഡയറക്റ്റായിട്ട് കുടിയൊഴിപ്പിക്കൽ പലർക്കും വേണ്ടി സർക്കാർ, അതൊക്കെയാണോ ഈ ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ? ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് വന്നിരിക്കുന്ന ചില അനാസ്ഥ, ഇതൊക്കെ ലീഡ് ചെയ്യുന്നത് അവിടേക്കാണോ? അതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നിയമങ്ങൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കുകയും ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് ചിത്രം കൊടുക്കുന്നില്ല. ഗവൺമെൻറ് ആളുകൾ ഓരോരോ ആ വിഷയങ്ങളിലും ഗൗരവമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെടുകയും സമരങ്ങൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. സർക്കാർ അതിനെല്ലാം തണുപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വന്യമൃഗാക്രമണത്തിന് നേരം ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. ചില സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മളുടെ ഭരണാധികാരികൾ തയ്യാറായിട്ടുള്ളത് കാരണം വെച്ചാൽ അവർക്ക് ജനങ്ങളെ പേടിയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള മറുപടി പറയാൻ അവർക്കില്ല. അവർ പുകമറയിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമായിരിക്കും, പക്ഷേ ആളുകളുടെ മുമ്പിൽ ചെല്ലാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് നടപടിയെടുത്തെങ്കിൽ ഈ തരത്തിലുള്ള വന്യമൃഗ ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ആ വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത് നമ്മൾ നിയമത്തിൻ്റെ ഒരുപക്ഷെ നിയമത്തിൻ്റെ ദുരുപയോഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിയമം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ചിന്തയും ശ്രദ്ധയും ഉണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നതാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടത് വളരെ തന്ത്രപരമായിട്ട് സൈലൻ്റായിട്ട് പോകുന്നവരെല്ലാം പൊക്കോട്ടെ എന്നുള്ള ചിന്തയിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഒരു ശ്രമമാണ്. ഇതിനെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളെല്ലാം മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇടപെടേണ്ട കാലത്ത് അവർ ഇടപെടാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നിസ്സംഗരായി നിന്ന് ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ശൈലി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കലിന് ഒരു കാരണവശാലും അനുവദിക്കാനായിട്ട് അംഗീകരിക്കാനോ പറ്റത്തില്ല. ഇനിയിപ്പം ഗവൺമെൻറ്റുകൾ വരുന്നതെല്ലാം തിരഞ്ഞെടുപ്പുകളിലൂടെയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളതിനെ നേരിടാനുള്ള ശ്രമം തീർച്ചയായിട്ടും കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഓക്കെ, ക്ലിയറാണ് സാറേ. അവസാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുപോയ വിഷയങ്ങൾ ഉൾപ്പെട്ട വിഷയമാണ് എങ്കിൽ കൂടി ഇനി വിരലെണ്ണാം ദിവസങ്ങളുള്ളൂ, ഈ 30-ാം തീയതിക്കുള്ളിൽ കൊടുക്കേണ്ടതാണ്. ഇനി സർക്കാരായാലും ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസങ്ങളുള്ളിൽ, ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ജനങ്ങളുടെ പരാതികൾ കിട്ടി ഇനി കേന്ദ്രത്തിൽ കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണ്.
ഗവൺമെൻറ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് പരാതി കൊടുക്കുന്നതിനുള്ള സമയം നീട്ടി വാങ്ങണം. അതോടൊപ്പം കൃത്യതയുള്ള മാപ്പ്, ജിയോ കോർഡിനേറ്റ്സ് ഉള്ള കൃഷിഭൂമികളും ജനവാസ മേഖലകളും പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് വനമേഖല മാത്രം ഡിഫൈൻ ചെയ്യുന്ന വില്ലേജുകൾ നാമകരണം ചെയ്ത് അതിൻ്റെ മാപ്പ് ജനങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടി ലഭ്യമാക്കണം. അങ്ങനെ ലഭ്യമാക്കിയിട്ട് കേന്ദ്രത്തിൽ നിന്നും വീണ്ടും ഒരു 60 ദിവസമെങ്കിലും കൂടുതൽ സമയം അതിനുവേണ്ടി ചോദിച്ചു വാങ്ങണം. അങ്ങനെ വാങ്ങി അത് കുറ്റമറ്റതാക്കി ആളുകളുടെ പരാതി ഇല്ലാത്തതാക്കി ചെയ്തെങ്കിൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുള്ളൂ. അല്ലാതെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും 100% കർഷക വിരുദ്ധവും ജനവിരുദ്ധവുമാണ്. 2018 നമ്മൾ കേന്ദ്രത്തിന് കൊടുത്ത ആ മാപ്പ്, അതായത് ജിയോ കോർഡിനേറ്റ്സ് ഉള്ള മാപ്പ്, അതുപോലും ഇതുവരെയും കേന്ദ്രം പരിഗണിച്ചതായിട്ട് കാണുന്നില്ല. അവിടെയും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധാപൂർവമായ ഒരു ഇടപെടലുണ്ടായി. അതാദ്യം പരിഗണിപ്പിക്കുകയും അതിന്മേലുള്ള തകരാറ് പരിഹരിക്കൽ ആയിട്ട് രണ്ടാം ഘട്ടമായിട്ട് അത് ചെയ്യുകയും ചെയ്ത് വീണ്ടും ഒരു 60 ദിവസം കൂടി എങ്കിലും ഇതിന് പരാതി കൊടുക്കാനുള്ള സമയം നീട്ടിയെടുക്കണം. അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ആളുകളുടെ പ്രശ്നം വളരെ ഗുരുതരമായിട്ട് വരും. അവസാനമായിട്ട് ഇതിപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ ഇനി എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റായിട്ട് കോടതിയെ സമീപിക്കുക, ഇതിന് സ്റ്റേ കൊടുക്കുകയോ ഏത് വിധത്തിലാണ് ഇത് നീട്ടിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കണം. 1. 2, ജനപ്രതിനിധികൾ വളരെ കൃത്യമായിട്ട് നിലപാടുകളെടുത്ത് ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. MP-മാർ അത് കേന്ദ്രത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കണം. കേരള ഗവൺമെൻറ്റിൽ ജനത്തെ സ്നേഹിക്കുന്ന MLA-മാർ ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയാലും വേണ്ടിയല്ല, അങ്ങനെ ചെയ്ത് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇനി അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ വലിയ പൊതുജന പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെയും ജനറൽ സെക്രട്ടറിയുടെയും പേരിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോഴും സമരത്തിലാണ്. ഇതിലും വലിയൊരു ജനപ്രക്ഷോഭം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരും. കേരളത്തിലെ സാധാരണ മലയോര കർഷകരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ഒരു ESA കരട് വിജ്ഞാപനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിവ് നൽകിയത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയലച്ചനും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ജോസൂട്ടി ഒഴുകയിലും സാറുമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത്ര നേരം എല്ലാം വ്യക്തമായി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതിന് ഒരുപാട് നന്ദി.